ഓക്കെ, അപ്പോൾ നമസ്കാരം. നമ്മളുടെ നെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഡിലേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചായപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളും മറ്റ് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ആദ്യം തന്നെ ഞാൻ അതിനെ ക്ഷമ ചോദിക്കുന്നു. ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല, നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ നെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഏകദേശം ജൂൺ 10 ആയിട്ടാണ് നമ്മുടെ നെറ്റ് എക്സാം 2024 നെറ്റ് എക്സാം നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും പ്രിപ്പറേഷൻസൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സമയം കളയാറില്ല. സോ നമ്മൾ നേരെ നമ്മുടെ വീഡിയോയിൽ കിടക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഉള്ള നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ നമ്മളതിൻ്റെ വീഡിയോ ചെയ്യുന്നൊക്കെ. ഇപ്പോൾ പഴയ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് ലെറ്റർ സീരീസിൻ്റെയൊക്കെ ഡൗട്ട് നിങ്ങൾ പറഞ്ഞത് കണ്ടിട്ടുണ്ടായിരുന്നു, മറന്നിട്ടില്ല. നമ്മളത് അധികം വഴുകാതെ തന്നെ ഒരു 2 ദിവസത്തിനുള്ളിലൊക്കെ തന്നെയായിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്ന് ഞാനിപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ്റെ ഭാഗത്ത് മാത്തമാറ്റിക്സിൻ്റെ പേപ്പർ 1 മാത്തമാറ്റിക്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, അതിൽ നിന്നുള്ള കുറച്ച് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മളൊരു ഷോർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സിമ്പിളായിട്ട് തുടങ്ങാം. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്താണ് എന്നുള്ളത്. സോ റേഷ്യോ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന, അല്ലെ, സെയിം യൂണിറ്റിലുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സിമ്പിളായിട്ട് റേഷ്യോസ് എടുക്കും. ഉദാഹരണം, ഇപ്പോൾ ഒരു റേഷ്യോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എങ്ങനെ നമ്മൾ ഇറേസറിലാണ് കിടക്കുന്നത്. ഓക്കെ. സോ നമ്മൾ പറയുകയാണ്, ഒരു ക്ലാസ്സിൽ 50 ആൺകുട്ടികളും 50 പെൺകുട്ടികളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പറയാം, അവിടെ മെൻ ടു വുമൺ എന്ന് പറയുന്നത് 1:1 ആണ് എന്ന് പറയും. അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ഒരേ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഒരു റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പ്രപ്പോർഷൻ. സോ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, ഈ പറയുന്ന റേഷ്യോസിന് നമ്മൾ കമ്പയർ ചെയ്യാം. ഇപ്പോൾ 2 എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്കിപ്പോൾ ഒരു 10:20 ഈസ് ഈക്വൽ ടു 5:10 നമുക്ക് എഴുതാം. അതായത് ഇപ്പോൾ 10:20 എന്ന് പറയുന്നത് 5:10 സെയിം പ്രപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ 10:20 നമുക്ക് എങ്ങനെ എഴുതാം, 1:2 എന്ന് എഴുതാം, കാരണം ഇതിൻ്റെ ഇരട്ടിയാണ് അത്. അതേപോലെ തന്നെ 5ൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം, 1:2 തന്നെയാണ്. സോ നമുക്ക് സെയിം പ്രപ്പോർഷൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, രണ്ടും ഈക്വൽ ആണ്. സിമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇതിന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് സിങ്ക് ആൻഡ് കോപ്പർ ഇൻ എ ബ്രാസ് പീസ് ഈസ് 13:7. ഹൗ മച്ച് സിങ്ക് വിൽ ബി ദർ ഇൻ 100 kg ഓഫ് സച്ച് പീസസ്? ഒരു ബ്രാസിൻ്റെ ഒരു കഷ്ണത്തിൽ സിങ്കും കോപ്പറും 13:7 പ്രപ്പോർഷനിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ അതിൽ 13 ഭാഗം കിടക്കുന്നത് സിങ്കും 7 എന്ന് പറയുന്നത് കോപ്പറും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 100 കിലോ ഇത്തരം 100 ബ്രാസിൻ്റെ പീസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സിങ്ക് എത്ര ഉണ്ടാവും എന്നാണ് ചോദ്യം. ഇതിപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് ഒക്കെ അറിയുന്ന ആളാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെ ആയിരിക്കും. ഞാൻ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ബേസിക്സ്, മാത്തമാറ്റിക്സിൻ്റെ ബേസിക്സ് പോലും അറിയാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടാവും. സോ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. സോ നമുക്ക് നോക്കാം, സിമ്പിളായിട്ട് ഞാൻ എടുക്കണം. അപ്പോൾ എത്രയാണ് ടോട്ടൽ, നമുക്ക് 100 കിലോ ആണ് വേണ്ടത്, അല്ലേ. സോ 100 കിലോയിൽ 13 ആണ് പറയുന്നത്. നമുക്ക് ഏതാ വേണ്ടത്, സിങ്ക് 13ഉം കോപ്പർ 7ഉം ആണ്. നമുക്ക് കാണേണ്ടത് സിങ്ക് എത്ര ഉണ്ട് എന്നാണ്. സോ സിങ്കിൻ്റെ ക്വാണ്ടിറ്റി എത്രയായിരുന്നു, 13 ആയിരുന്നു. ഡിവൈഡഡ് ബൈ ടോട്ടൽ നോക്കുക, അതായത് 13:7 ആണ്. സോ 13ഉം 7ഉം എത്രയാണ് വരിക, 13ഉം 7ഉം നമുക്ക് ഇവിടെ 20 വരും. സോ ഈ 0 നമ്മളിവിടെ കട്ട് ചെയ്യും. 0 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 2 10 ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, 5 ആക്കി കട്ട് ചെയ്യാം. സോ 5 × 13 ആണ് വരിക. 5 × 10 50, 3 × 5 13. സോ 15 15. സോ 50 10 65 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക, അല്ലേ. സോ 65 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ ഇവിടെ 65 kg. സിമ്പിൾ അല്ലേ. നമുക്ക് എത്ര കിലോ ആണുള്ളത്, അതിലൊരു പീസിൽ എത്രയാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 100 കിലോയിലും എങ്ങനെ തന്നെയായിരിക്കും, സെയിം പ്രപ്പോർഷൻ ആയിരിക്കും. അതായത് ഒരു ക്ലാസ്സിൽ ഇവിടെ നമ്മൾ എക്സാമ്പിൾ ഒരു പീസിൽ സിങ്കും കോപ്പറും ഈ പ്രപ്പോർഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതേപോലത്തെ 100 പീസ് എടുത്താലും എന്ത് തന്നെയായിരിക്കും, സെയിം പ്രപ്പോർഷൻ ആയിരിക്കും. ഈ ഒരു ബേസിലാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഈ വീഡിയോ കണ്ടുപോകുക. യൂട്യൂബിൽ എന്തായാലും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ പിന്നെയും 1 2 വട്ടം കണ്ട് ക്ലാരിറ്റി വരുത്തുക. സ്റ്റിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ സംശയമൊന്നും വേണ്ട, നിങ്ങൾ നേരെ കമൻറ്റിൽ അറിയിച്ചാൽ മതി, നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. സോ ഇനി ഇതേപോലത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ എ സർട്ടൻ സ്കൂൾ ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇസ് 7:5. If there are 2,400 students in the school, how many girls are there?
ഒരു സ്കൂളിൽ ബോയ്സും ഗേൾസും റേഷ്യോ എന്ന് പറയുന്നത് 7:5 ആണ്. മൊത്തം 2400 കുട്ടികൾ ആ സ്കൂളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര പെൺകുട്ടികൾ ആ ഒരു സ്കൂളിലുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്രയാണ്? 2400 കുട്ടികളുണ്ട്. ഇൻറ്റു നമുക്ക് ഏത് കണ്ട് ബോയ്സ് ആണോ ഗേൾസ് ആണോ? ഗേൾസ് ആണ്. സോ ഗേൾസ് 5 ആണ് എടുക്കേണ്ടത്. 5 ടോട്ടൽ എത്രയാണ്? 5 5 10 5 7 സോ 5 5 10 2 12 12 വരിക. നമുക്കിതിനെ എങ്ങനെ സോൾവ് ചെയ്യാം നോക്കി നോക്കുക. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെയാണെന്ന് സോൾവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുക. ഇവിടെ നമുക്ക് മാക്സിമം നിങ്ങൾ സോൾവ് നമുക്കറിയാം കാൽക്കുലേറ്റർ ഇല്ല. സോ നമ്മൾ സിമ്പിളായിട്ട് ഷോർട്ട് കട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ 12 ആണ്, ഇവിടെ 24 ആണ്. 12 × 2 ആണ് ഇത് 24. സോ അവിടെ 2 വന്നു. ദെൻ 5 × 2 എത്രയാണ്? 10 ആണ്. ബാക്കി 2 0 ഇട്ട് കൊടുത്തു. സോ എന്താണ്? 1000 ആണ് ആൻസർ. അവിടെ നമ്മുടെ 4th ഓപ്ഷൻ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വല്ലാണ്ട് എക്സ്പ്ലനേഷൻ തന്ന് നിങ്ങളുടെ മനസ്സിലാവുന്ന ആ ഒരു ക്ലാരിറ്റി ഞാൻ ഇല്ലാണ്ടാക്കുന്നില്ല. സോ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെന്ന് അറിയാം. എന്നിരുന്നാലും നമ്മൾ ആ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസിലൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് നെറ്റ് എക്സാമിൽ പേപ്പർ 1 നിങ്ങൾക്ക് സംശയങ്ങളുള്ള ടോപ്പിക്സ് അത് ഏതും ആവട്ടെ, വാട്ട് എവർ ടോപ്പിക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമൻറ്റിൽ വന്ന് അറിയിക്കാം. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് സ്റ്റാർട്ടിങ് നമ്മളൊരു സിമ്പിൾ വീഡിയോ ചെയ്തു എന്ന് മാത്രം. എന്തായാലും വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സ്പീഡിൻ്റെ കാര്യമോ നമ്മുടെ ക്ലാരിറ്റി എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ അറിയിക്കാം. നമ്മളത് പരിഗണിച്ച് തന്നെ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ സമയമൊന്നും കളയുന്നില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, നിർബന്ധിക്കുന്നൊന്നുമില്ല. സോ വാട്ട് എവർ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.